അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. ഈ റസൂലുമായിട്ടുള്ള പൂക്കുട്ടിയായിട്ടുള്ള ആ ഒരു സംഭാഷണം അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണല്ലോ, അതെങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈ ചെന്നത്? ചേട്ടാ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചുപേരെ ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുമുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുമുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആൻ മേരിയ. ദിയാസന ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്കൊരു ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻമേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സും വരും. അത് തികച്ചും പേഴ്സണലായിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അകലെ സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തതല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളും ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക അല്ലല്ല, റസൂലുക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഇതില്ല. ഈ എൻ്റെയും അടുത്ത റസൂലിക്കാൻ്റെ ഒരു കാര്യം, പുള്ളിക്കാരൻ്റെ ഒരു കാര്യം ഒരു വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് ഇടാൻ കാരണവും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് വോയിസ് റെക്കോർഡാണ് പുള്ളി ഇടുന്നത്. ഈ പുള്ളിക്കാരൻ ഞാനുമായിട്ട് 6 വർഷമായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഡിവോഴ്സ് ചോദിച്ചാൽ തരത്തില്ല ഇവന്. കാരണം വെച്ചാൽ ഇവന് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇവനിങ്ങനെ ഇടും, പിന്നെ തരാമെന്ന് പറയും, പിന്നെ ആ സമയത്ത് ഘട്ടം വരുമ്പോഴത്തേക്ക് ഇവനെ ഒഴിഞ്ഞു മാറും. ഇവന് എനിക്ക് അറിഞ്ഞൂടാ, ഇവൻ സൈക്കോ ആണ് ചേട്ടാ. കാരണം പെണ്ണുങ്ങളായിട്ട് ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ വൈഫിന് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിനെ ചേട്ടാ എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത്തടുത്ത് സംസാരിക്കുമ്പോഴും എൻ്റെ വോയിസ് റെക്കോർഡ് ഇട്ട് തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് ഇത് ഞാൻ എന്തോ അബദ്ധത്തിൽ ഞാൻ ഇവളെ കെട്ടിയതാ, അല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹമൊന്നുമില്ല. എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വൈഫിനെ വിളിച്ചിട്ട് എന്ത് സൈക്കോ ആണെന്നുള്ളതാണ് പുള്ളിക്കാരൻ. അങ്ങനെ കുറെ. സജിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഫിറോസുമായിട്ട് അകന്നതിന് ശേഷം പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് റസൂൽ പൂക്കുട്ടിയായിട്ട് സജിന് അവിഹിതത്തിൽ ഏർപ്പെടുകയും ഗർഭിണിയാവുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ ഒരുപാട് കണ്ട്. എന്നാൽ അന്ന് സജിന് വന്നിട്ട് പറഞ്ഞത് എന്റെ അടുത്ത് വിരോധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് വിരോധമുള്ളത്, അവര് എന്നെ മനഃപൂർവ്വം എന്നെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. ഞങ്ങൾ അങ്ങനെ ഗർഭിണിയായിട്ടുമില്ല, എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചല്ലോ, ആൾക്കാർ എന്തൊരു തരമാണ് എന്നൊക്കെ കരുതി നമ്മളും ഒരു പെണ്ണല്ലേ, അപ്പൊ നമ്മളും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് സജിനയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുവാണ്, ഞാൻ 2 തവണ റസൂൽ പൂക്കുട്ടിയായിട്ട് 2 തവണ ഗർഭിണിയായിരുന്നു. ഫിറോസിന് പെണ്ണുങ്ങളോടൊരു കൊച്ചു പെൺപിള്ളാരോടെയാണ് ഇവന് ഇൻട്രസ്റ്റ് എന്നുള്ള രീതി. കാരണം തികച്ച് ഞങ്ങളെ തന്നെ അറിയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഫിറോസിന് പെണ്ണുങ്ങളോടൊരു ബഹുമാനമോ പെണ്ണുങ്ങൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് പുള്ളിക്കാരന്. കാരണം ഏതൊരു പെണ്ണിനെ കിട്ടിയാലും യൂസ് ചെയ്യുക കളയുക. അത് ആദ്യത്തെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആദ്യത്തെ വൈഫിനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴും താരോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പെൺകൊച്ചിനെ സ്നേഹിച്ചു, ഒരു ആർട്ടിസ്റ്റിനെ, ആരെയും ഞാൻ അതിനകത്ത് വലിച്ചിടാത്തത് കാരണം തികച്ചും അവരൊന്നും എന്നെ ദ്രോഹിച്ചിട്ടില്ല. ആരുടെയും ഞാൻ പേര് വലിച്ചിരുന്നില്ല. കാരണം ഇവനങ്ങോട്ട് പോയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. താരോത്സവത്തിൽ നിന്ന് അന്നേ ഈ സാധനം ഉണ്ടെന്നുള്ള. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കാരി ഭയങ്കര പിഴച്ചതാണ്, അവൾ അങ്ങനെ പോയി കുറേ ആണുങ്ങളോട് പോയി ഇവനോട് പോയി മറ്റേതോട് പോയി എന്നുള്ള കഥകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്താടെ കുറിച്ച്.
അപ്പോൾ ഇത്താ പറഞ്ഞത് അരോത്സവത്തിൽ ആർക്ക് വേണമെങ്കിൽ സജിന ഒന്ന് ചോദിച്ചു. അവിടെ ഉള്ള ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി. അവരുടെ അച്ഛനും അമ്മയും കൂടെ വിളിച്ച് ഇത്താൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അത് അവളെ മോക്ക്, എൻ്റെ മോക്ക് നിന്റെ ഭർത്താവിനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. നീ അതെന്താ അവിഹിതത്തിലാവുകയും 2 തവണ അബോർഷൻ ആവുകയും ചെയ്തു. അത് റസൂൽ പൂക്കുട്ടിയുടെ വൈഫിന്റെ അടുത്ത് ഇത് പറയണം എന്നാണ് ഇപ്പൊ സജിന പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു വൈഫിനെന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും, എങ്ങനെ താങ്ങാനാവും? എന്തായാലും ഇവർക്കൊക്കെ വല്ലാത്ത മനക്കെട്ടിയും തൊലിക്കെട്ടിയും തന്നെ. ആരോടെ മിണ്ടിയാലും സംശയമാണ്. എനിക്ക് പേടിയാണ് ആരോടെങ്കിലും മിണ്ടാനും. അങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടർ ഇവനുണ്ട്. സൈക്കോ കാരണം അടിക്കവും ഇടിക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ കുറേയൊക്കെ വിട്ട് പോകുന്നുണ്ട്. ദേഹ ഉപദ്രവവും ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. ഇവന് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം എടുത്ത് എറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകും. നമ്മളെടുത്ത് കിട്ടുന്ന സാധനം നമ്മൾ ദേഹത്തോട്ട് എറിയും. അടിക്കുകയും ഒക്കെ ഭയങ്കര ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷവും വന്നിട്ട് ഇതുപോലെ തന്നെ ടോർച്ചറിങ്ങും ഓരോ ആൾക്കാർ വർക്കിന് പോകുന്ന അവരെ വെച്ചിട്ട് എന്നെ കൂട്ടി പറയാൻ തുടങ്ങും. അതായത് ഒരാളെ പറഞ്ഞോ ചേട്ടാ, 2 പേരെ പറഞ്ഞോ, എന്നാലും നമുക്ക് കേട്ട് നമുക്ക് വിഷമിച്ച് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഞാൻ ഇപ്പം ചേട്ടനോട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാം, ഫിറോസ് ഖാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തിനാ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ നിന്ന് എന്നായിരിക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് നീ അവനെന്തിനാ അങ്ങനെ നോക്കി, അവൻ നിന്നെ എന്തിനും ഇങ്ങനെ നോക്കി. എനിക്കറിയത്തില്ല ചേട്ടാ. പിന്നെ ലാസ്റ്റ് അഭിനയിക്കുന്നിടത്ത് വരെ പുള്ളിക്കാരനെ എനിക്ക് അറിയില്ല എൻ്റെ ഗതികേട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. നിങ്ങൾ ഈ സെക്കൻഡ് മാരേജ് കഴിക്കുന്ന ഏത് വർഷമാണ്? 2009-8 ആയിരുന്നു നമ്മളെ കല്യാണം വരുന്നത്. ഓക്കെ. അപ്പൊ അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് അടുപ്പിച്ച് അതായത് ഈ ഒരു 1.5-2 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വന്നപ്പോ ഇയാളുടെ പ്രതികരണം എങ്ങനെയാ? ഇപ്പം ഇദ്ദേഹം കരഞ്ഞു കാലി പിടിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് തിരിച്ചു വന്ന വലിയ സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി 1 വർഷം ഒരു വൃത്തികേടിനും പോയിട്ടില്ലായിരുന്നു. പക്ക ഫാമിലി മാൻ. എനിക്കറിയില്ല, ഞാൻ എന്റെ കണ്ണി കണ്ടിട്ടില്ല. പിന്നെ 1 വർഷം, പിന്നെ ഈ 1 വർഷം കഴിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. 1 വർഷം കൊണ്ട് ഈ സജിനയ്ക്ക് ഈ ഫിറോസിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു. അതായത് ഇദ്ദേഹം ഭയങ്കര സ്നേഹം, എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. അതായത് എന്റെ ഫിറോസ് ഖാൻ അങ്ങ് മാറി. അപ്പൊ കണ്ണുടച്ച് വിശ്വസിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ, ഞാൻ തിരിച്ചു വരണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിൽ പോകണമെങ്കിലോ എനിക്ക് ഇമ്പോർട്ടന്റ് അയാൾ തന്നെ ആയതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു വരുന്നത്. ഉറപ്പായിട്ടും ഞാൻ അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ട് നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതങ്ങ് നിന്നൂടായിരുന്നു. ഈ ആ വിശ്വാസം പിന്നെ എപ്പോഴാണ് നഷ്ടപ്പെട്ടെ? വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പൊക്കുവാണ്. അതായത് അതിനുശേഷം ഞങ്ങൾ ഒരു സൂര്യജോടി നമ്പർ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നു. സൂര്യ TV-യിൽ. അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പം ആ കൊച്ചി എൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം 2 പേരും ഒരു പെണ്ണിനെ തൊടുമ്പം ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, പെടുമ്പം നമ്മൾ കുതറി മാറുകയല്ലേ ചെയ്യുന്നത്. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പം അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ പോയി. അപ്പോഴും ഫിറോസിന്റെ പിന്നാലെ ചാരക്കണ്ണുണ്ടായിരുന്നു സജിനയുടെ, അതോ യാദൃച്ഛികമായിട്ട് കണ്ടതാ? അത് യാദൃച്ഛികമായിട്ട് കണ്ടതാ. എനിക്ക് വിശ്വാസം പുള്ളി